ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരൻ ഷിനോ സാമച്ചൻ, ബഹുമാനപ്പെട്ട ജോവച്ചൻ, പ്രത്യേകിച്ച് ന്യൂസിലാൻഡിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 3-4 പള്ളികൾ ചേർന്നുള്ള റീജിയന്റെ ഭർത്തവറി സമാജത്തിന്റെ വിവിധ ഇടവകളിലെ പ്രിയപ്പെട്ട സമാജ അംഗങ്ങളെ ഏവർക്കും ക്രിസ്തുവേശ്വരന്റെ സ്നേഹവന്ദനം. വളരെ അനുഗ്രഹകരമായി കഴിഞ്ഞ 1-2 ആഴ്ചകളായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭർത്തവറി സമാജത്തിന്റെ ക്ലാസ്സുകളുടെ തുടർച്ചയായിട്ട് ഈ വർഷത്തെ പരീക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗത്തിലെ ഒരു അധ്യായത്തെക്കുറിച്ചുള്ള ചുരുക്കമായ ചില ആശയങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ ഉദ്ദേശിക്കുന്നത്. കേൾക്കാമല്ലോ? ഏറെ സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് എന്നെ ഈ കാര്യത്തിലേക്ക് ക്ഷണിച്ചതിൽ എൻ്റെ പ്രിയ സഹോദരൻ പ്രിയപ്പെട്ട ഷിനോ സാമച്ചനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഈ വർഷം ഏറെ സമാജാംഗങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ വർഷം അതിന്റെ പഠിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം, പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ വനിതകളുടെ നാമത്തിലുള്ളതായ 2 പുസ്തകങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് എന്നുള്ളത് ഏറെ വനിത സമാജാംഗങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ്. അതില് നാം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് രൂത്തിന്റെ പുസ്തകത്തിലെ അധ്യായങ്ങളെ കുറിച്ചാണ്. അതിൽ ഇന്ന് പ്രത്യേകമായിട്ട് 3-ാമത്തെ അധ്യായമാണ് എനിക്ക് തന്നിരിക്കുന്നതായ ചാപ്റ്റർ. 3-ാമത്തെ അധ്യായം നമുക്കറിയാം. രൂത്തിനെ കുറിച്ച് 3-ാമത്തെ അധ്യായത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കേവലം ആ അധ്യായത്തിൽ നിന്നുകൊണ്ട് മാത്രം ഒരു ചെറിയ ക്ലാസ് എടുക്കുക എന്നുള്ളത് അത്ര ഭംഗിയാവുകയില്ല എന്നെനിക്കൊരു ബോധ്യമുണ്ട്. കാരണം 4 അധ്യായങ്ങളിൽ ഒരു വലിയ വീണ്ടെടുപ്പിന്റെ ചരിത്രം പറയുന്ന ഒരു പുസ്തകമാണ് രൂത്തിന്റെ അധ്യായം എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ, പ്രത്യേകിച്ച് 3 ആഴ്ചകളിലായിട്ട് ഫസ്റ്റ് ക്ലാസ്, ദെൻ 2 ക്ലാസ്സുകളിലായിട്ട് ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററുകളെ കുറിച്ച് പഠിച്ചെങ്കിലും 3-ാം ചാപ്റ്ററിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മുടെ ക്ലാസ്സുകളിൽ ചെയ്യുന്നത് പോലെ ഒരു റിവിഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ 3-ാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഒരു ചരിത്രം കൂടെ പറഞ്ഞു പോകുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം എന്ന് എനിക്ക് തോന്നുന്നു. 4 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിലെ കമ്പാരിറ്റീവ്ലി ചെറിയ അധ്യായമാണ് 3-ാമത്തെ അധ്യായം എന്നുള്ളത്. അപ്പോൾ 1-2 അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് പോയി 3-ലേക്ക് കയറുന്നതാണ് അതിന്റെ ഭംഗിയെന്ന് തോന്നുന്നു. നാം മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പോലെ തന്നെ രൂത്തിന്റെ പുസ്തകം, അതിന്റെ ഓഥർ ആര് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു നിർവചനമില്ലെങ്കിൽ പോലും ശമൂവേൽ പ്രവാചകനാൽ എഴുതപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം BC 5-ലും BC 4-ന്റെ ആദ്യ പീരീഡിലും അത് എഴുതപ്പെട്ടു എന്നതാണ് പൊതുവെ അധ്യായ പുസ്തകത്തെ കുറിച്ച് പറയുന്നത്. ആ 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് രൂത്ത് എന്ന തലക്കെട്ടോടുകൂടി ആ പുസ്തകം എഴുതപ്പെട്ടെങ്കിലും നാം ആദ്യം 1-ാം അധ്യായത്തിൽ കാണുന്ന 4 വ്യക്തിത്വങ്ങളുണ്ട്. അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് യഹൂദിയയിലെ ബേത്ലഹേമിൽ ഉണ്ടാകുന്ന ഒരു ക്ഷാമം, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആ സ്ഥലവും തങ്ങളുടെ പൂർവികരെയൊക്കെ വിട്ട് മോവാബ് ദേശത്തിലേക്ക് എലീമലേക്ക് തന്റെ ഫാമിലിയോടുകൂടി പോവുകയാണ്. എലീമലേക്ക് എന്ന് പറയുന്ന ഒരു പിതാവ്, അദ്ദേഹത്തിന്റെ ഭാര്യ നവോമി, അദ്ദേഹത്തിന് അവർക്ക് 2 മക്കളാണുള്ളത്, മക്ലോനും കില്യോനും. നമ്മളത് പഠിച്ചതാണ്. അതിന്റെ പരീക്ഷയ്ക്കായിട്ടൊക്കെ നാം തയ്യാറെടുക്കുന്നതുകൊണ്ട് അതിന്റെ പേരുകളുടെ അർത്ഥവും ഒക്കെ വൺ വേർഡായിട്ടൊക്കെ ചോദിക്കുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകുമല്ലോ. ഗോഡ് ഈസ് മൈ കിങ് എന്നാണ് എലീമലേക്ക് എന്ന ആ പേരിന്റെ തന്നെ അർത്ഥം. അങ്ങനെ ബേത്ലഹേമിൽ നിന്ന് ചരിത്ര പശ്ചാത്തലമുണ്ട്. ഒരിക്കലും മോവാബിലേക്ക് കടന്നു പോകരുത് എന്നത് ഒരു വലിയ ചരിത്രമാണ്. ഒരു വലിയ സേജ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള മോവാബില് അവരൊരു പുറജാതിയാണ്, പ്രത്യേകിച്ച് ദൈവവിശ്വാസം ഇല്ലാത്ത ഒരു സമൂഹമാണ്. അങ്ങനെ യഹൂദനായ ഈ എലീമലേക്ക് തന്റെ കുടുംബവുമായിട്ട് ഈ പറയുന്ന മോവാബിലേക്ക് കടന്നു വരികയാണ്. ആ യാത്രയെക്കുറിച്ചൊക്കെ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ എത്തിപ്പെടുമ്പോൾ ഒരു ആവർത്തന വിരസത തോന്നരുത്, എങ്കിലും ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. എലീമലേക്ക് അവിടെ വെച്ച് മരണപ്പെടുന്നു. അതിന് ശേഷം നവോമി തന്റെ 2 ആമക്കൾക്ക് വേണ്ടി 2 മരുമക്കളെ, ഓർപ്പ എന്നും രൂത്ത് എന്നും പറയുന്ന 2 പെൺകുട്ടികളെ ഈ മോവാബ് ദേശത്തിൽ നിന്ന്, അവിടെ അന്യജാതിക്കാരെന്ന് വിധിക്കപ്പെട്ടിട്ടുള്ള ആ സമൂഹത്തിൽ നിന്ന് തന്നെ
തങ്ങളുടെ മക്കളായ മഹ്ലോനും കില്യോനും ഭാര്യമാരായി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 10 വർഷം അവരോട് താമസിച്ചു എന്ന് 1-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ അവിടെ വെച്ച് തങ്ങളുടെ നവോമിയുടെ മക്കൾ 2 പേരും മരണപ്പെടുകയാണ്. അങ്ങനെ ഒരു സ്ത്രീ അംഗത്വം മാത്രമുള്ള ഒരു കുടുംബമായി, അതായത് നവോമിയും ഓർപ്പയും രൂത്തും മാത്രമുള്ള 3 പേരടങ്ങുന്ന ഒരു കുടുംബമായി അത് അവശേഷിക്കുകയാണ്. അങ്ങനെ ഏറെ വേദനകൾ, പ്രതിസന്ധികളൊക്കെ നിറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ നവോമി തന്റെ സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകുവാൻ നിർബന്ധിതയാവുകയാണ്. ആ 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അങ്ങനെ മടങ്ങി പോകുവാൻ വിധിക്കപ്പെട്ട നവോമി തന്റെ 2 മരുമക്കളോടും വളരെ സ്നേഹത്തോടുകൂടി പങ്കുവെക്കുന്ന ചില ആശയങ്ങളാണ് 1-ാം അധ്യായത്തിൽ കാണുന്നത്. നിങ്ങളുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ തുടരുവാനുള്ള എല്ലാ സാധ്യതകളെ കുറിച്ചൊക്കെ ആ 1-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അങ്ങനെ പറയപ്പെടുന്നുവെങ്കിലും ആ ഒരു നിർബന്ധത്താൽ, നവോമിയുടെ സ്നേഹപൂർവമായ നിർബന്ധത്താൽ 1-ാമത്തെ മരുമോളെന്ന് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം മക്കളെ ഓർഡറിൽ മഹ്ലോന്റെ ഭാര്യയായ ഓർപ്പയും കില്യോന്റെ ഭാര്യയായ രൂത്തെന്നും നാം മനസ്സിലാക്കുമ്പോൾ ഓർപ്പ അമ്മയുടെ നിർബന്ധത്താൽ അവിടെ തന്നെ നിൽക്കുവാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ രൂത്ത് ആ ഒരു നിർബന്ധത്തിന് വഴങ്ങാതെ ഒരു വലിയ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. അതാണ് ഈ ഇങ്ങനെ ഒരു പുസ്തകത്തിലേക്കും ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്കും ഒക്കെ തിരിയുന്നതായിട്ട് നാം കാണുന്നത്. ഏറെ ശ്രദ്ധയോടുകൂടി 1-ാം അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായി ചാപ്റ്റർ 1 വേഴ്സ് 16 പറയുന്നുണ്ട്, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിയാൻ യഹോവ തക്കവണ്ണം അത് എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രൂത്ത് തന്റെ അമ്മായിയമ്മയെ പിൻപറ്റുന്നതാണ് കാണുന്നത്. ഇനി നാം കാണുന്നത് ഒരു അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ഏറെ സ്നേഹത്തോടു കൂടിയ ഒരു ജീവിതങ്ങളെയാണ്. ഒരു പക്ഷെങ്കില് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രതിസന്ധികൾ പല കുടുംബങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആദ്യ കാലഘട്ടം മുതൽ തന്നെ നമുക്ക് പറയാം. അമ്മായിമ്മ മരുമകൾ, മദർ ഇൻ ലോയും ഡോട്ടർ ഇൻ ലോയും തമ്മിലുള്ള ഒത്തിരി ഇഷ്യൂസ് നാം പല കുടുംബങ്ങളിൽ നാം കാണുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ നിങ്ങൾ എന്നോട് പരിഭവിക്കത്തില്ലെങ്കിൽ ഈ വർഷത്തെ സമാജത്തിന്റെ പരീക്ഷയ്ക്കായിട്ട് ഇങ്ങനെ ഒരു ചാപ്റ്റർ തന്നെ എടുത്തത് ഒരു പക്ഷെങ്കിൽ ഈ ബന്ധങ്ങൾ കുറെ കൂടെ ഊഷ്മളമാകേണ്ടതിന്റെ ആവശ്യമായിരിക്കാം എന്ന് ഞാനങ്ങ് കരുതി പോവുകയാണ്. ഏറെ നമ്മുടെ ഇടവകളിലും നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിലൊക്കെ ഏറെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ളത്. സാധാരണ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില ഏറ്റക്കുറച്ചിലുകളും ചില പ്രശ്നങ്ങളും ഒക്കെ നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണല്ലോ. ഇന്ന് കാലികമായും ഏറെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ബന്ധമാണ് ഈ പറയുന്ന റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടുതൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ വളരെ ഊഷ്മളമായി കൊണ്ടുപോവുകയാണ്. ഇനി രൂത്ത് എന്ന് പറയുന്ന ഈ പെൺകുട്ടി, അങ്ങനെ 1-ാം അധ്യായം നാം കണ്ട് കഴിയുമ്പോൾ അതിന്റെ അവസാനത്തിലേക്ക് ഈ നവോമി തന്റെ മരുമകളുമായി, മരുമകൾ എന്ന പദം ഏറെ സ്നേഹത്തോടെ അങ്ങനെ പറയപ്പെടാതെ മകളായിട്ട് തന്നെ അവളെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് നാം കാണുന്നത്. അവിടെ എത്തപ്പെടുമ്പോൾ ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചു, ഒരിക്കലും ഒരു യഹൂദന് മോവാബിലേക്ക് കടന്നു പോകുവാൻ ഒരു അനുവാദം ഉണ്ടാകുന്നതല്ല. ഒരു എത്ര സാഹചര്യത്തിലും അങ്ങനെ ഒരു വലിയ വേർതിരിവ് അവിടെ ഉള്ളതാണ്. അങ്ങനെ തിരികെ വരുന്ന നവോമിയെ അത്ര സ്നേഹത്തോടെ അല്ല ആ നാട്ടുകാർ സ്വീകരിക്കുന്നത്. അതൊക്കെ നാം 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എങ്കിലും ഈ മകളുമായി കടന്നു വരുന്നതിന്റെ സംഭവങ്ങളൊക്കെ അവിടെ പറയുകയും 2-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കാണുന്നുണ്ട് അവിടെ ഇനി ഒരു പുതിയ വ്യക്തിത്വത്തെ നാം പരിചയപ്പെടുകയാണ്. ബോവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത്. ബോവാസ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സ്ട്രെങ്ത് ഈസ് ഇൻ ഹിം എന്നാണ്. ബലം അവനിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു മീനിങ് ആണ് ബോവാസ് എന്ന പദത്തിന് നാം 2-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഈ ബോവാസ് ഈ പറയുന്ന എലിമലേക്കിന്റെ കുടുംബത്തിൽ ബന്ധുവാണ്, റിലേഷനിൽ പെട്ടയാളാണ്. അങ്ങനെയുള്ള ആ ഒരു ബോവാസിന്റെ വലിയ ഏറെ സ്ഥലമുള്ള അവിടെ ഒരു ഇതിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൃഷി സ്ഥലത്തേക്ക് ഈ രൂത്ത് കടന്നു ചെല്ലുന്നതാണ് 2-ാമത്തെ അധ്യായത്തിന്റെ പശ്ചാത്തലമൊക്കെ നാം കാണുന്നത്. ഇനിയും 3-ാമത്തെ അധ്യായത്തിലേക്ക് നാം ഇന്ന് ഈ 2 അധ്യായങ്ങള് നിങ്ങൾ ഓൾറെഡി ബൈഹാർട്ട് ആക്കിയതാണ്, ഏകദേശം ഐഡിയ അതിനെ കുറിച്ചുണ്ട്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് ബോവാസ് എ റിഡീമർ എന്നുള്ള ഒരു സ്ഥലത്തിലേക്ക് വരികയാണ്. അതായത് ബോവാസ് ഒരു വീണ്ടെടുപ്പുകാരനായി 3-ാമത്തെ അധ്യായത്തിൽ മാറുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഗോയേൽ എന്ന ഹീബ്രു വേർഡ്, ഗോയേൽ എന്ന ഹീബ്രു വേർഡിന്റെ മീനിങ്
ഒന്ന് രണ്ട് വ്യത്യസ്തതയിലുണ്ടെങ്കിലും ഈ കോണ്ടക്സ്റ്റിൽ അതിന് വീണ്ടെടുപ്പുകാർ, റെഡീമർ എന്നാണ് പറയുന്നത്. അങ്ങനെ ഗോയൽ എന്ന ഹീബ്രു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും ബോവാസ് ഈസ് റിയൽ റെപ്രസെന്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ദ റെഡീമർ എന്ന് നമുക്ക് കൃത്യമായി പറയാം. ക്രിസ്തുവാകുന്ന വീണ്ടെടുപ്പുകാരനിലേക്കുള്ള ഒരു സൂചനയാണ് പഴയ നിയമത്തിൽ ബോവാസ് എന്ന റെഡീമറിൽ നാം കാണുന്നത്. അതാണ് ഒരർത്ഥത്തിൽ ഈ രൂത്ത് എന്ന പുസ്തകത്തിന്റെ ഏറെ ഇമ്പോർട്ടന്റ് നമ്മൾ ഓർക്കേണ്ടത്. ഈ 3-ാം അധ്യായത്തെ 1-2 ഭാഗങ്ങളായിട്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ, 3-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ തീർച്ചയായിട്ടും അത് വായിച്ചിട്ടുണ്ടാകുമല്ലോ. 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളെ നാം ഒന്ന് ഡിവിഷൻ ചെയ്താൽ അവിടെ നാം കാണുന്നത് ഈ സ്നേഹനിധിയായ അമ്മായിയമ്മയുടെ ഉപദേശമാണ്. കാരണം അമ്മായിയമ്മയ്ക്ക് ഈ രൂത്തിനെ കുറിച്ച്, അവളുടെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു വലിയ കാഴ്ചപ്പാടുണ്ടായി. അതുകൊണ്ട് ഇനി മുൻപോട്ട് ഒരു പക്ഷെങ്കിൽ തന്റെ മരണശേഷം അന്യജാതിക്കാരിയായ രൂത്ത് ഈ യഹൂദ ദേശത്ത് തനിയെ കഴിയുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചാണ്. അപ്പോൾ ആ വലിയ ചലഞ്ചിനെ ഫേസ് ചെയ്യുവാൻ അമ്മായി അമ്മ തന്നെ തന്റെ മരുമകൾക്ക് ഒരു നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടി അവളെ ഒരു സേഫ് സോണിലേക്ക് എത്തപ്പെടുത്തുവാൻ വേണ്ടി ബോവാസ് എന്ന് പറയുന്ന അവരുടെ ബന്ധുവായ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഇവളെ കൊണ്ടുപോകുന്നതും ചില ഉപദേശങ്ങൾ നൽകുന്നതുമാണ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിൽ നാം കാണുന്നത്. തുടർന്ന് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് തന്റെ അമ്മായിയമ്മ പറഞ്ഞ കാര്യങ്ങളിലുള്ള രൂത്തിന്റെ അനുസരണവും ബോവാസ് പറയുന്നുണ്ട്. ആ വേദഭാഗം നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആ ബോവാസിന്റെ കൃഷിസ്ഥലത്തേക്ക് ചെന്ന് അവിടെ യവത്തിന്റെ കാലമാണ്, അതിന്റെ പതിരെല്ലാം വേർതിരിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനിൽ പ്രത്യേകമായിട്ട് നമ്മുടെ പഠന പുസ്തകത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ആ അത് പതിര് നീക്കി നല്ല ധാന്യമായി അതിനെ വേർതിരിക്കുന്ന ഒരു സമയത്തെ കുറിച്ചാണ് 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതിനെ വിശുദ്ധ മാമോദീസായിട്ടൊന്ന് കണക്ട് ചെയ്യുന്നതായിട്ട് നാം നമ്മുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. മാമോദീസായിൽ പുതുതായി ജനിക്കുന്ന ഒരു സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. സാത്താന്റെയും ക്രിസ്തുവിന്റെയും ആത്മാവിനെ, അതുകൊണ്ടാണ് മാമോദീസായിൽ സാത്താനെയും ബഹിഷ്കരിക്കുകയും ക്രിസ്തുവാകുന്ന ആത്മാവിനെ സ്വീകരിക്കുന്നതായിട്ടൊക്കെ നാം കാണുന്നു. നമ്മിലെ തിന്മകളെ ഒന്ന് പതിർ മാറ്റി ഒന്ന് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അതിനെ 2ആയി മാറ്റി ഒരു നല്ല ഒരു ധാന്യമായിട്ട് അതിനെ മാറ്റുന്നതായിട്ടാണ് നാം മാമോദീസായെ കാണുന്നത് പോലെ തന്നെയുള്ള ഒരു ആശയമാണ് ഈ വേദഭാഗത്തിന്റെ 3-ാം അധ്യായത്തിന്റെ ഈ 6 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ പ്രത്യേകമായിട്ട് നാം കാണുന്നത്. അങ്ങനെ അമ്മായിയമ്മ പറഞ്ഞ ഈ വലിയ ഉത്തരവാദിത്വത്തെ ശിരസ വഹിച്ചുകൊണ്ട് ഒരു പരിപൂർണമായ ഒരു ഒബീഡിയൻസ് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ഈ രൂത്ത് എന്ന് പറയുന്ന മകളിൽ. അവൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ബോവാസിന്റെ അടുത്തേക്ക് വന്ന് ബോവാസിന്റെ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഒക്കെ നാം കാണുന്നുണ്ട്. അവിടെ നാം ആ വേദഭാഗത്തെ ചുരുക്കമായി ഒന്ന് മനസ്സിലാക്കിയാൽ ഇത്രയേ ഉള്ളൂ. അവിടെ പറയുന്നത് ബോവാസ് അവിടെ തന്റെ കൃഷി പര്യടനത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിൽ ഈ പറയുന്ന രൂത്ത് ആര് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രൂത്തിനെ കുറിച്ച് അവിടെ ഒരു സംസാര വിഷയമായിരുന്നു എന്നത് നാം ആ പ്രതിപാദ്യങ്ങളുടെ മനസ്സിലാകും. കാരണം രൂത്ത് തന്റെ അമ്മായിയമ്മയെ ഒരു പക്ഷെങ്കിൽ അവിടെ തനിയെ വിട്ടുകൊണ്ട് തന്റെ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു ഓപ്ഷൻ അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ തയ്യാറാകാതെ അമ്മയോടൊപ്പം ഈ നാട്ടിലേക്ക് വരിക, മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്ന് കൃത്യമായി അവിടെ ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ പെൺകുട്ടിയെ കുറിച്ചുള്ള സംസാരം ആ നാട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ ബോവസിന് കൃത്യമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ രൂത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് രൂത്ത് ബോവാസ് ആ കൃഷി പുരയിടത്തിൽ കിടന്നുറങ്ങുമ്പോൾ അവന്റെ കാൽ കീഴിൽ പോയി കിടക്കുകയും അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു നല്ല ഭാവി ഒരു പ്രതിസ്തുത വരനായി അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം, ഒരു വിവാഹ ജീവിതത്തിലേക്ക് ബോവാസിനെ കണ്ടുകൊണ്ട് ഈ നവോമി തന്റെ മകളെ അങ്ങോട്ട് അയക്കുക എന്നുള്ളതാണ്. അവിടെ ബോവാസിന്റെ ഒരു പ്രതികരണവും വളരെ ശ്രദ്ധേയമാണ്. 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ബോവാസിനോട് രൂത്ത് പറയുന്നുണ്ട്, നീ എന്റെ വീണ്ടെടുപ്പുകാരനാണ് എന്ന് പറയുമ്പോൾ അവിടെ ബോവാസ് പറയുന്ന ഒരു മറുപടിയുണ്ട്. നീ ഉത്തമ സ്ത്രീ എന്ന് എന്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യമെങ്കിലും
എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടാകാം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആ പഴയ നിയമത്തിൽ നാം കാണുന്ന ഒരു കഷ്ടമുണ്ട്. അത് നാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ക്രിസ്തുവിനോട് സാദൂക്യര് ഒന്ന് ചോദിക്കുന്നുണ്ട്. തങ്ങളുടെ കൂട്ടത്തിൽ സെന്റ് മാത്യു ചാപ്റ്റർ 22 വേഴ്സസ് 23 to 28 അവിടെ പറയുന്നുണ്ട്. സാദൂക്യര് വന്ന് പരീശന്മാർ ചോദിക്കുന്നുണ്ട്. അതായത് ഞങ്ങളുടെ നാട്ടിൽ ഒരു സഹോദരന് തന്റെ ഭാര്യയിൽ മക്കളുണ്ടാകുന്നതിന് മുമ്പ് ആ സഹോദരൻ മരിച്ചു. അങ്ങനെ 7 സഹോദരങ്ങളെ കുറിച്ചുള്ളൊരു കഥ. അതായത് ആ മൂത്ത സഹോദരൻ ഭാര്യ മരിച്ചു, ആ സഹോദരൻ മരിച്ചു പോയാൽ, മക്കളില്ലാതെ മരിച്ചു പോയാൽ ആ തന്റെ ഭാര്യയെ അടുത്ത സഹോദരന് വിവാഹം കഴിക്കുവാനുള്ള ഒരു ധാരണ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബോവാസ് പറയുന്നുണ്ട്, എന്നേക്കാൾ അടുത്ത വീണ്ടെടുപ്പുകാരൻ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാകുമോ എന്നത് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് നിന്റെ മേലുള്ള തീരുമാനം എടുത്തുകൊള്ളാം എന്ന് പറയുന്നതാണ് ഈ 3-ാമത്തെ അധ്യായത്തിന്റെ ഒരു സമ്മറി എന്ന് പറയുവാൻ കഴിയും. മൊത്തമായി 18 വാക്യങ്ങളുള്ള ഈ 3-ാമത്തെ അധ്യായം നാം മൊത്തത്തിൽ വായിക്കുമ്പോൾ ബോവാസിന്റെ കൃഷി പുരയിടത്തിൽ നവോമി തന്റെ മരുമകളെ ബോവാസിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതും, ബോവാസിന്റെ ആ കൃഷി പുരയിടത്തിൽ ബോവാസിന്റെ ഒരു പക്ഷെങ്കിൽ ഭാവി ഭാര്യയായി തീരുവാനൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഉപദേശമൊക്കെ പറഞ്ഞു കൊടുത്ത് ആ ഉപദേശങ്ങളുമായി പോകുന്ന ഒരു രൂത്തിന്റെ ചിത്രമാണ് 3-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഇനിയും 3-ാമത്തെ അധ്യായത്തിന്റെ ഞാൻ ആദ്യമേ പറഞ്ഞു പ്രധാന ആശയം എന്ന് പറയുന്നത് ബോവാസ് എന്ന വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ളതാണ്. ബോവാസ് ഈസ് എ റിഡീമർ എന്നുള്ളതാണ്. ആ ബോവാസ് എന്ന റിഡീമർ ഞാൻ ആദ്യമേ ഒരു സെന്റൻസ് പ്രത്യേകമായിട്ട് പറയുകയുണ്ടായിരുന്നു. ബോവാസ് ഈസ് എ റിയൽ റെപ്രസെന്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ദ റിഡീമർ. ക്രിസ്തുവാകുന്ന വീണ്ടെടുപ്പുകാരനിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് ബോവാസ് എന്ന് പറയുന്ന മനുഷ്യനെ കാണുന്നത്. അതിന് അടിസ്ഥാനപരമായ ഏതാനും ചില ചിന്തകൾ. എന്തുകൊണ്ട് ബോവാസിനെയും ക്രിസ്തുവിനെയും ഒരു റെഡീമർ എന്ന നിലയിൽ, പുതിയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരനെ പഴയ നിയമത്തിൽ രൂത്ത് എന്ന പുസ്തകത്തിലെ ബോവാസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു 3-4 പോയിന്റ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അധ്യായത്തെ കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാം. ഒന്നാമതായി ബോവാസിനെയും ക്രിസ്തുവിനെയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നാമതായി നമുക്ക് പറയുവാൻ സാധിക്കും, അത് ശരിക്കും 4-ാം അധ്യായം അടുത്ത ചാപ്റ്ററിലാണ് ആ വാക്യമെങ്കിലും 4-ാം അധ്യായം 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, രൂത്തിനായി ബന്ധുവായും നിയമപരമായും അവകാശം വാങ്ങി ഈ ബോവാസ് രൂത്തിനെ വിവാഹം ചെയ്യുന്നു. എന്തുകൊണ്ട്? രൂത്തിന്റെ വീണ്ടെടുപ്പുകാരൻ ക്രിസ്തുവാകുന്ന പുതിയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരനുമായിട്ടുള്ള ഒരു താരതമ്യമാണ് ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായി പറയുന്നു, redeem her to be my wife. ബോവസ് രൂത്തിനെ തന്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ, അത് നിയമപരമായുള്ള എല്ലാ അവകാശങ്ങളും വാങ്ങി അവളെ വിവാഹം ചെയ്യുന്നതായി കാണുന്നു. ക്രിസ്തുവിനെ ആ രീതിയിൽ പുതിയ നിയമത്തിൽ നാം വ്യാഖ്യാനിക്കുമ്പോൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നാം കാണുന്നുണ്ട്, നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രൻ ദാസരൂപം അല്ലെങ്കിൽ മനുഷ്യരൂപം ധരിച്ചു എന്ന് പറയുന്നു. Christ took the form of a servant. ഒരു ദാസനായി ദൈവം ഒരു മനുഷ്യരൂപത്തിൽ, ഒരു ദാസരൂപത്തിലേക്ക് കടന്നു വന്നു പറയുന്നു എന്നതാണ് ഒന്നാമതായി ബോവസിനെയും ക്രിസ്തുവിനെയും ഒരു റെഡീമർ എന്ന നിലയിൽ കാണുവാൻ നമുക്ക് കഴിയുന്നത്. രണ്ടാമതായി എനിക്ക് തോന്നുന്നത്, ബോവസ് എന്ന മനുഷ്യനിൽ കാണുന്ന രണ്ടാമത്തെ റിഡീമറിലേക്ക് വിരൽ ചൂണ്ടുന്ന ആശയം എന്ന് പറയുന്നത്, അന്യജാതിക്കാരത്തിയായ രൂത്തിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ബോവസ് ഒരു റിഡീമർ ആണെന്ന് പറയുവാൻ ഉള്ള സാധ്യത അന്യജാതിക്കാരി, ഞാൻ പറയുകയുണ്ടായി, ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം, ഒരു മോവാബിനെ സംബന്ധിച്ച്, മോവാബി സ്ത്രീയെ സംബന്ധിച്ച് അവരൊന്നും പുറജാതിയാണ്. അവർ ദൈവത്തെ അറിയുന്നവരായിരുന്നില്ല. അവരോട് എല്ലാ തരത്തിലുമുള്ള വേർതിരിവുകളും എല്ലാ തരത്തിലുമുള്ള ഒരു ലിമിറ്റേഷൻ ഉള്ളവരായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഈ ഒരു മനുഷ്യന്, ബോവസ് ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. കൃഷിപുരയിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സാധ്യതകൾ വളരെയേറെയുള്ള ഈ ഒരു മനുഷ്യൻ അന്യജാതിക്കാരിയായ ഈ രൂത്തിനെ വിവാഹം ചെയ്തു. റിസീവ്ഡ് രൂത്ത് എ ഫോറിൻ വുമൺ. അതായത് മോവാബൈറ്റ്സ് എന്ന് പറയുന്ന അന്യജാതിക്കാരിയെ സ്വീകരിക്കുവാൻ ഈ ബോവസ് തയ്യാറായി എന്നുള്ളത്. ആ ആശയത്തോട് ചേർന്ന് ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കും. അന്യജാതികളെയും
യഹൂദന്മാരോടൊപ്പം രക്ഷയിൽ ഉൾപ്പെടുത്തി എന്നുള്ള ആശയമാണ്. രക്ഷ എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് മാത്രമല്ല അന്യജാതികൾക്കും ഉണ്ടായിരുന്നുവെന്ന് ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇന്ന് വായിച്ചു കൊള്ളട്ടെ. അവിടെ പറയുന്നു, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ആശയം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. എഫേസ്യൻ ചാപ്റ്റർ 2 വേഴ്സസ് 12 and 13 അവിടെ പറയുകയാണ്, അന്യജാതികളെയും യഹൂദന്മാരോടൊപ്പം രക്ഷയിൽ ഉൾപ്പെടുത്തി. ഇൻക്ലൂഡഡ് ദ ജെന്റൈൽസ് ഇൻ സാൽവേഷൻ. ക്രിസ്തു ആകുന്ന റെഡീമറിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ആശയം. ഈ മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ബോവസ് രൂത്തിന്റെ റെഡീമറായി തീരുവാൻ തക്കവണ്ണമുള്ള ഒരു ആശയമായി മൂന്നാമത് പറയുന്നത് വീണ്ടെടുപ്പ് നടത്തുവാൻ ബോവാസ് വില കൊടുത്ത് രൂത്തിനെ വാങ്ങി എന്നുള്ളതാണ്. ഹി പെയ്ഡ് ഫോർ ദ റിഡംഷൻ എന്നുള്ളതാണ്. റിഡംഷന് വേണ്ടിയുള്ള ഒരു കൂലി അല്ലെങ്കിൽ വില കൊടുത്തു. കേവലം വെറുതെ ആയിരുന്നില്ല, അതിനുവേണ്ടി വില കൊടുത്താണ് ബോവസ് എന്ന് പറയുന്ന റെഡീമർ രൂത്തിനെ സ്വീകരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ക്രിസ്തുവാകുന്ന പുതിയ നിയമത്തിന്റെ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് നമുക്ക് മൂന്നാമത് പറയുവാൻ സാധിക്കും. നമ്മുടെ പാപ വീണ്ടെടുപ്പിന് തന്റെ ജീവൻ തന്നെ ക്രിസ്തു കൊടുത്തു എന്നുള്ളതാണ്. ക്രൈസ്റ്റ് സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ അവർ സിൻ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു തന്റെ ജീവനെ തന്നെ സമർപ്പിച്ചു. നാം വായിക്കുമ്പോൾ പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന് 18-19 ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സസ് 18 and 19 ഇങ്ങനെ പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവാകുന്ന വീണ്ടെടുപ്പുകാരൻ നമ്മെ വീണ്ടെടുത്തത് ക്രിസ്തുവിന്റെ ജീവൻ മറുവിലയായി കൊടുത്തുകൊണ്ടാണ്, ഒരു വില കൊടുത്തുകൊണ്ടാണ്. കേവലം വെറുതെ അല്ല നമ്മെ വീണ്ടെടുത്തത്, ക്രിസ്തുവാകുന്ന തന്റെ ജീവനെ തന്നെ കാൽവറിയിൽ ബലി കൊടുത്തു. മൂന്നാമത്തെ ആശയമായി ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ 3-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന ബോവസ് എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ രൂത്തിന്റെ വീണ്ടെടുപ്പുകാരനായി പഴയ നിയമത്തിൽ കാണുന്നത് വെറുതെ രൂത്തിനെ സമ്പാദിക്കുകയായിരുന്നില്ല. തുടർന്ന് 3-4 അധ്യായം നാം വായിക്കുമ്പോൾ, നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും, അവിടെ ആ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു വലിയ വില കൊടുക്കുവാന് ഈ ബോവസ് എന്ന മനുഷ്യന് തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇനി അവസാനമായി ബോവാസും ക്രിസ്തുവാകുന്ന റെഡീമറിനെ കുറിച്ചുള്ള ഒരു ആശയം കൂടെ പങ്കുവച്ചുകൊള്ളട്ടെ. 4-ാമതായി നാം കാണുന്നു, ആ വീണ്ടെടുപ്പ് വെറുതെ ആയിരുന്നില്ല. അവിടെ പറയുന്നുണ്ട്, പുതിയ സ്ഥാനം നൽകി വിധവയിൽ നിന്ന് അവകാശിയിലേക്കുള്ള ഒരു സ്ഥാനം ഈ ബോവസ് എന്ന റെഡീമർ അവിടെ നൽകുകയാണ്. ഗേവ് എ ന്യൂ പൊസിഷൻ ഫ്രം വിഡോ ടു ഹെയർ. ഒരു വിധവയിൽ നിന്ന് അവകാശിയിലേക്കുള്ള ഒരു വീണ്ടെടുപ്പായിരുന്നു ബോവസ് എന്ന് പറയുന്ന വീണ്ടെടുപ്പുകാരനെ നാം കാണുന്നത്. ഇതേ ആശയം ക്രിസ്തുവിൽ നാം കാണുന്നുണ്ട്. അതേ ആശയത്തോട് ഉയർത്ത 4-ാമതായി ക്രിസ്തു എന്ന റെഡീമറിനെ കുറിച്ച് നമുക്ക് പറയാം. ക്രിസ്തു നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. എങ്ങനെയാണ്? പാപികളിൽ നിന്ന് അവകാശത്തിലേക്ക്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പറ്റുന്ന ഒരു അവകാശത്തിലേക്ക്. വെറുതെ നമ്മെ കാൽവറിയിൽ ബലി കൊടുത്ത് ക്രിസ്തു തന്റെ നിയോഗം അവിടെ പൂർത്തിയാക്കുകയല്ല, പിന്നെയോ പാപികളായ നമ്മെ പാപ അവസ്ഥയിൽ നിന്ന് ഒരു വലിയ ദൈവപുത്രന്റെ ദൈവത്വത്തിലേക്കുള്ള ഒരു വലിയ അവകാശം നമുക്ക് നൽകിയാണ്. റോമൻ ചാപ്റ്റർ 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. കേവലം നാം ഒരു സെപ്പറേഷനിൽ മാറിപ്പെടുന്നവരല്ല, പിന്നെയോ ക്രിസ്തുവിനോട് ചേർന്ന ഒരു കൂട്ടവകാശികൾ. ക്രൈസ്റ്റ് ഗേവ് എ ന്യൂ പൊസിഷൻ ഫ്രം സിന്നേഴ്സ് ടു ഹെയർസ്. അതായത് പാപികളിൽ നിന്ന് അവകാശികളിലേക്കുള്ള ഒരു വീണ്ടെടുപ്പ്. പ്രിയമുള്ളവരെ, ഇത് ബോവസ് എന്ന റെഡീമറിലും ക്രിസ്തു എന്ന റെഡീമറിലും കാണുന്ന ഒരു വലിയ താരതമ്യ പഠനമാണ്
ഞാൻ നടത്തുവാൻ ശ്രമിച്ചത്. അപ്പൊ മൂന്നാമത്തെ അധ്യായം നാം കൺക്ലൂഡ് ചെയ്യുമ്പോൾ അവിടെ പറയുന്ന ബോവാസ് എന്ന് പറയുന്ന റെഡീമറിനെ കുറിച്ചുള്ള ആശയങ്ങളാണ് മൂന്നാമത്തെ അധ്യായം നമ്മളോട് പങ്കുവെച്ചത്. ഞാൻ പറയുവാൻ ശ്രമിച്ചത് അത് തന്നെയാണ്. അതിലെ പ്രധാന ആശയം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവാകുന്ന റെഡീമറിലേക്കുള്ള ഒരു പോയിന്റിങ് ആയിരുന്നു. ബോവസ് എന്ന് പറയുന്നത് കേവലം രൂത്തിന്റെ ഒരു ഭർത്താവായി തീരുന്ന ഒരു സ്ഥാനമായിരുന്നില്ല. പിന്നെയോ ഒരു റെഡീമർ, ഒരു വീണ്ടെടുപ്പ്. എങ്ങനെ ഒരു വീണ്ടെടുപ്പ് സാധ്യമാകും? നാം ഓർക്കണം, അത് പഴയ നിയമകാലത്തിൽ BC 5-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും ഒക്കെ നടന്നു വന്ന ചരിത്രം രേഖപ്പെടുത്തുന്ന സംഭവം പുതിയ നിയമത്തിലെ ക്രിസ്തുവാകുന്ന റെഡീമറിനെ കുറിച്ചുള്ള ഒരു സൂചനയാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകം കേവലം അതൊരു അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള സ്നേഹോഷ്മളമായ ബന്ധത്തെക്കാൾ ഉപരി അതിന്റെ പ്രാധാന്യം ബോവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നാം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് രൂത്ത് എടുത്ത ചില തീരുമാനങ്ങൾ, ചില ഡിസിഷൻ, മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പുറജാതി, ഒരു അന്യജാതിക്കാരിയായ രൂത്തിന് ഒരു പക്ഷെങ്കിൽ ഒരു സെക്കൻഡ് മാരേജ് ഒക്കെ തന്റെ നാട്ടിൽ സാധ്യമായിരുന്ന ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ തന്റെ നാടും തന്റെ കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് ദൈവത്തെ അറിയുന്ന, ഒരു പക്ഷെങ്കിൽ പൂർവികരുടെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകാം എന്നൊക്കെ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ കഴിയും. അങ്ങനെ ഒരു യഹൂദ നാട്ടിലേക്ക് ഒരു വലിയ റിസ്ക് ആണ്. നാം ഇന്ന് വായിക്കുമ്പോൾ ചെറിയ ഒരു നമ്മുടെയൊക്കെ ഒരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്നവരൊക്കെ നല്ല ഇൻലോസ്, നല്ല ബന്ധങ്ങളായിരിക്കാം, അമ്മായിമ്മയും മരുമകളും ഒക്കെ തന്നെ. ആ ഒരു ബന്ധത്തിനപ്പുറമായി നീ എവിടെ പോയാലും മരണത്താലല്ലാതെ എന്നെ നിന്നെ തമ്മിൽ വേർതിരിച്ചാൽ ദൈവം എന്നോട് ചോദിക്കട്ടെ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഈ രൂത്ത് പോവുകയും അങ്ങനെ ഒരു വലിയ ഡിസിഷൻ അമ്മായിമ്മ കാണിച്ചു കൊടുത്ത ചില ചിന്തകളിലേക്ക്, ചില ദർശനങ്ങളിലേക്ക്, അത് ബോവാസിലേക്കൂടെ കടന്നു വരും. അതുകൊണ്ട് രൂത്ത് എനിക്ക് വ്യക്തിപരമായി ഇതിലൂടെ വായനകളിലൂടെ ഒക്കെ മനസ്സിലാക്കിയൊരു ബോധ്യം, ഇത് കേവലം രൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ ഒരു വലിയ വീണ്ടെടുപ്പിനേക്കാൾ അപ്പുറമായി ദൈവത്തിലെ ക്രിസ്തു ആകുന്ന ഒരു വീണ്ടെടുപ്പുകാരനേക്കുള്ള ഒരു മുൻകുറിയാണ് ഈ ബോവാസ് എന്ന് പറയുന്ന മനുഷ്യൻ നമ്മെ കാണിക്കുന്നത്. അതുകൊണ്ട് എന്റെ ക്ലാസ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ മൂന്നാമത്തെ അധ്യായം പ്രധാനമായും പങ്കുവെക്കുന്ന കഥാപാത്രം ബോവാസ് എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. ആ ബോവാസും ക്രിസ്തുവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാൻ നടത്തിയത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു വീണ്ടെടുപ്പിലേക്ക് നമുക്കൊരു പക്ഷെ വിരൽ ചൂടാൻ സാധിക്കും? 4 ആശയങ്ങളാണ് ആ ഭാഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഒന്നാമതായി അവിടെ പറയുന്നത് രൂത്തിനെ എല്ലാ തരത്തിലും ബന്ധുവായും നിയമപരമായും ഒക്കെ അവകാശം വാങ്ങി വിവാഹം ചെയ്തു. അത് ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം കാണുന്നു, നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന്റെ പുത്രൻ ദാസ്യവേഷത്തിലേക്ക് കടന്നു വന്നു. ബോവാസ് രൂത്തിനെ സ്വീകരിക്കുന്ന ഓർക്കണം. ഈ കൃഷിപുരയിടങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ഒരു മനുഷ്യൻ അന്യജാതിക്കാരിയായ ഒരു മകളെ സ്വീകരിക്കുവാൻ അവളിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ ദൈവം മനുഷ്യപുത്രനായി അവതരിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായി അന്യജാതിക്കാരിയായിരുന്നവളെ സ്വീകരിക്കുവാനുള്ള ഒരു വലിയ മനസ്സ്. അന്യജാതിക്കാരിക്ക് രക്ഷയുണ്ടാവുകയില്ല, അവൾക്കൊരു വീണ്ടെടുപ്പ് ഉണ്ടാവുകയില്ല എന്ന് കരുതുന്നിടത്തു നിന്ന് ബോവാസ് അവളെ സ്വീകരിക്കുന്നു. അത് എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, അന്യജാതികളെയും യഹൂദന്മാരോടൊപ്പം രക്ഷയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അവർക്കും ഒരു സാൽവേഷൻ ഉണ്ടാകും എന്ന് ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായി പറഞ്ഞു, വീണ്ടെടുപ്പ് നടത്തുന്നത് വെറുതെ ആയിരുന്നില്ല, ഒരു വില കൊടുത്തു. അതിന് പറഞ്ഞിരുന്നതായി മൂല്യം നൽകിയാണ് രൂത്തിനെ ബോവാസ് വീണ്ടെടുക്കുന്നത്. ക്രിസ്തുവാകുന്ന വീണ്ടെടുപ്പുകാരൻ നമ്മെ വീണ്ടെടുത്തത്, ക്രൈസ്റ്റ് സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ അവർ സിൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ബലിയായി തന്റെ ജീവനെ തന്നെ കൊടുത്തുകൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തത്. നാലാമതായി പറഞ്ഞു, ആ വീണ്ടെടുപ്പ് കേവലം ഏറ്റെടുക്കൽ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല, പിന്നെയോ പുതിയ സ്ഥാനം നൽകുകയാണ്. ബോവാസ് നൽകുന്ന സ്ഥാനം അടിമയിൽ നിന്ന് അല്ലെങ്കിൽ വിധവയിൽ നിന്ന് അവകാശത്തിലേക്കുള്ള സ്ഥാനം നൽകുന്നത് പോലെ ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത് റോമാലേഖനത്തിൽ പറയുന്ന പോലെ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ അവകാശികളുമായി അബ്ബാ പുത്ര എന്ന് വിളിക്കുവാനുള്ള ഒരു വലിയ അവകാശത്തിലേക്കാണ് ക്രിസ്തു നമ്മെ ഇതുകൊണ്ടാണ് ഈ വേദവാക്യത്തെ നാം വ്യാഖ്യാനിക്കുമ്പോൾ പിതാക്കന്മാർ ബോവാസിനെ ഒരു റെഡീമർ എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നത്. അപ്രകാരം ഈ മൂന്നാമത്തെ അധ്യായത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രം എന്ന് പറയുന്നത് നിശ്ചയമായും ബോവാസ് തന്നെയാണ്. രൂത്ത് എന്ന പുസ്തകം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, രൂത്ത് എന്ന വ്യക്തിയിലൂടെ
നമുക്ക് കാണുന്ന ഒരു വലിയ ആശയമെന്ന് നമ്മൾ ആദ്യമേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ലീഡ്സ് ടു ഗോഡ്സ് ബ്ലെസ്സിങ്സ്. വിശ്വാസവും വിശ്വസ്തതയും ദൈവീക അനുഗ്രഹങ്ങളിലേക്കുള്ള പാതകളാണ്. ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ലീഡ്സ് ടു ഗോഡ്സ് ബ്ലെസ്സിങ്സ്. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, രൂത്ത് എന്ന ആ കഥാപാത്രം, ആ വനിതാരത്നം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസവും വിശ്വസ്തതയും ദൈവീക അനുഗ്രഹത്തിന് കാരണമായി തീരുന്നുള്ളതാണ്. ഇതിനോട് ചേർത്ത് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസമായതുകൊണ്ട് മാത്രം ഒന്ന് പറഞ്ഞു പോകട്ടെ. ഓഗസ്റ്റ് മാസം 15 ശൂനോയ പെരുന്നാളാണ്. മാതാവിന്റെ ഏറെ ശ്രദ്ധേയമായ ഒരു പെരുന്നാളിൽ സംബന്ധിച്ചവരാണ് നാം. മാതാവിനെ കുറിച്ചും പിതാക്കന്മാരുടെ ഏറ്റവും വലിയ വ്യാഖ്യാനം ആ മാതാവിന്റെ ജീവിതത്തിലും ഈ വിശ്വാസവും വിശ്വസ്തതയുമായിരുന്നു എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധിയിലുമുള്ള വിശ്വാസം, ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത, ഇത് നമ്മുടെ ജീവിതത്തിലും മുറുകെ പിടിക്കുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ഏറെ പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഒരുപാട് പ്രതികൂലതകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പഠനങ്ങൾ, ഇത് കേവലം ഒരു പരീക്ഷയ്ക്കായുള്ള പഠനങ്ങളെക്കാൾ അപ്പുറമായി രൂത്തിലൂടെയും നവോമി എന്ന് പറയുന്ന അമ്മയിലൂടെയും, ആ അമ്മ ഒരു ശ്രദ്ധേയമായ കഥാപാത്രം തന്നെയാണ് ഈ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. അവിടെ ക്രിസ്തുവാകുന്ന വീണ്ടെടുപ്പുകാരനിലൂടെ നമുക്കുണ്ടായ രക്ഷയെക്കുറിച്ചുള്ള ഒരു പഠനത്തിനും ഈ അധ്യായങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ആശയങ്ങൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ, സംശയങ്ങളോ അല്ലെങ്കിൽ വലിയ ഡീപ്പായ എക്സ്പ്ലനേഷൻ ഒന്നും അല്ല നൽകിയെന്ന് എനിക്കറിയാം. എങ്കിലും ചുരുങ്ങിയ ചില ആശയങ്ങൾ ഞാനത് പങ്കുവെച്ചത് മാത്രമേ ഉള്ളൂ. പരീക്ഷയ്ക്ക് ഇത് ഒരു പക്ഷേ ഇതെല്ലാം പരീക്ഷയ്ക്കായി തീരണമെന്നുള്ളതില്ല. കാരണം അങ്ങനെ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പ്രധാനമായി പറഞ്ഞത്. അത് നമുക്ക് ലഭിച്ചിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലൊക്കെ നമ്മുടെ ഉണ്ടല്ലോ. അല്ലാതെ ചില ബോധ്യങ്ങൾ, പ്രത്യേകിച്ച് ബോവസ് എന്ന റെഡീമറിലേക്കുള്ള, ക്രിസ്തുവാകുന്ന റെഡീമറിന്റെ ഒരു മുൻകുറി, അതിനെ കുറച്ചുകൂടി ഒന്ന് ഡീപ്പായി മനസ്സിലാക്കുവാൻ എൻ്റെ ഈ എളിയ ഉദ്യമം ഇടയായി എന്ന് കരുതുകയാണ്. എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. എന്തെങ്കിലും പറയാനായിട്ട് ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ ചോദിക്കും.